ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലൊരു മറുപടി എന്ന രീതിയിൽ ഒരു സഹോദരി, സിസ്റ്ററിൻ്റെ പേരെന്തോ പുഷ്പമോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ സിസ്റ്റർ ഇങ്ങനെ വീഡിയോയിലിരുന്ന് പറയുകയാണ്, ഈ സഹോദരൻ ഇങ്ങനെ പറയുന്നതൊന്നും ശരിയല്ല, അവർക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ, അവരെന്തോ മതൽ കെട്ടിയ കഥയോ അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം സിസ്റ്റർ പറയുന്ന കാര്യം എങ്ങനെയാണ്, പൊന്നുമക്കളെ, നിങ്ങൾ ഈശോയുടെ തിരുസ്വരൂപം വെക്കണം, മാതാവിൻ്റെ ഫോട്ടോ വെക്കണം, വിശുദ്ധന്മാരുടെ ഫോട്ടോ വെക്കണം, അങ്ങനെ എല്ലാം വെക്കണം, ഒന്നിനൊരു കുറവ് വരുത്തരുത്. ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കിൽ നിങ്ങൾ ഈശോയോട് പറഞ്ഞോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ, ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ വെച്ചത് എന്ന് പറഞ്ഞോ. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, എൻ്റെ പേര് പറഞ്ഞോ. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി ചിന്തിക്കുന്നത്, നമ്മളിലെ റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാനായിട്ട് നമ്മളെ പിള്ളേരൊക്കെ വിടുമല്ലോ, അരി മണ്ണെണ്ണയൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ റേഷൻ കാർഡ് കൊടുത്തയക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും കൊടുത്തയക്കുന്ന രീതിയിലാണ് ഈ സ്വർഗം ഇരിക്കുന്നത്. ഇതാണ് സ്വർഗം എന്നൊരു ചിന്താഗതി ആയിരിക്കാം ഒരു പക്ഷേ ചേച്ചിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. എന്തുമാകട്ടെ, ചേച്ചിയുടെ വാക്ക് കേട്ട് വിഗ്രഹം വെക്കുന്നവർ വെക്കട്ടെ, വെക്കാതിരിക്കുന്നവർ ദൈവവചനം കേട്ട് അതിനെ മാറ്റിക്കളയട്ടെ. അതൊക്കെ നമ്മൾ കേൾവിക്കാർക്ക് വിടുകയാണ്. മാത്രമല്ല, ചില കമൻറ്റുകൾ ഞാനിങ്ങനെ വായിച്ചു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരുത്തൻ എന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ. സത്യത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പുഷ്പം ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു ആലീസ് അമ്മച്ചിയുണ്ട്, അമ്മച്ചീനെ പോലെ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് 30 മിനിറ്റുള്ള ഒരു വീഡിയോ യൂട്യൂബിലിടുക. ആ യൂട്യൂബിലിടുമ്പോൾ വിഷയം മാതാവായിരിക്കണം. മാതാവിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, വിശുദ്ധ ബൈബിളിൽ വിശുദ്ധന്മാർക്കും ദൈവത്തിനും പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനും കൊടുത്തിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, മാതാവിന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വായ തോന്നിയ കഥകളോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം കൊണ്ട് ഒരു 1,00,000 ഫോളോവേഴ്സെങ്കിലും നിങ്ങൾക്കുണ്ടാകും. കാരണം ഇത്തരം ചേച്ചിമാരൊക്കെ ഇത് കൃത്യമായി തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. മലയാളി, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസി, വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ കത്തോലിക്കരായിട്ടുള്ള ലാറ്റിനായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഞാനായിരിക്കുന്ന സഭയിലായിരിക്കുന്നവർക്ക്, അവർക്ക് തിയോളജി വേണമെന്നോ ദൈവവചനം വേണമെന്നോ ഇതിന് അടിസ്ഥാനം വേണമെന്നോ ചരിത്രപരമായ കാര്യങ്ങൾ ഇതൊന്നും ഒരു നിർബന്ധമില്ല. ആരെന്ത് വിളിച്ചു പറഞ്ഞാലും. ഇനി അനുദിന വിശുദ്ധന്മാരുണ്ട് നമുക്ക്. 365 ദിവസം നിങ്ങൾ ഓരോ വിശുദ്ധരെ കുറിച്ച് ഒരു 15-20 മിനിറ്റ് ഒരു വീഡിയോ ചെയ്യും. അവരും ഇനി ദൈവമാണെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നല്ല വ്യൂസ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ VP അച്ഛൻ ഇത് തെളിയിച്ചാണല്ലോ. VP അച്ഛൻ്റെ ഒരു ചാനലിലെ കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് വെറുതെ വായിച്ചു നോക്കി. ഈ കാണുന്ന കമൻറ്റുകളിൽ എവിടെയെങ്കിലും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? യേശുവിനെ കുറിച്ചൊരു വാക്കെങ്കിലും പറയുന്നുണ്ടോ? യേശുവാണോ ഇവരുടെയൊക്കെ ദൈവം? ഈ പറയുന്ന ചാരക്കുഞ്ഞമ്മയുടെ അടുത്ത് പോകുന്നവരുടെ ദൈവം ആരാണ് എന്ന് ഈ കമൻറ്റുകളിൽ വ്യക്തമാണ്. താല്പര്യമുള്ളവർക്ക് കമൻ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ ക്ലിയറാണ് ആരാണ് ഇവരുടെ ദൈവം എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ അതേ ചർച്ച തന്നെ തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്ന സ്ത്രീ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അച്ഛൻ പറഞ്ഞു വരുന്നത്, അവിടെ 2 മെയിൻ കഥാപാത്രവും 2 ഉപകഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ്? അപ്പം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ എപ്പോഴും ശത്രുത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ശത്രുത ഉളവാക്കും എന്നുള്ളൊരു കാര്യമാണ് അച്ഛൻ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. ഇനി താഴോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ബാക്കി കാര്യം കൂടി നമ്മൾ കേട്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒന്ന്, നീയും സ്ത്രീയും തമ്മിലും. അതാരൊക്കെയാ? നീ എന്ന് പറയുന്നത് സാത്താനും സ്ത്രീയും തമ്മിലും. 2, നിന്റെ സന്തതികളും അവളുടെ സന്തതിയും തമ്മിലും. ആ ശത്രുത സ്ത്രീയായ മറിയവും സാത്താനും തമ്മിലുള്ളതാ. ഒപ്പം സ്ത്രീയുടെ സന്തതിയായ ഈശോയും സാത്താന്റെ സന്തതികളും. സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ അച്ഛനോട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഉൽപ്പത്തി 3:15 സ്ത്രീ, നമുക്ക് ചിന്തിക്കാം, ഓക്കെ, യേശുവിൻ്റെ അമ്മയായ മാതാവായിരിക്കാം ഒരുപക്ഷെ ആ സ്ത്രീ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്നലെ അച്ഛൻ്റെ വീഡിയോ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം, ആ സ്ത്രീയെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് നിർത്തണം? സ്വർഗത്തിൽ കൊണ്ടുവന്ന് നിർത്തണം. അതായത് ദൂതന്മാർ, ഈ പറയുന്ന ലൂസിഫർ എന്ന ദൂതൻ പോലും വഴിതെറ്റി പോകുന്നതിന് മുൻപേ നമുക്ക് ഈ സ്ത്രീയെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടതായിട്ട് ഒരു വലിയ പ്രശ്നം വരിക. അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ഇതിൻ്റെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒത്തിരി പഠനങ്ങൾ കാത്തലിക് ടീച്ചിങ്ങുകൾ തന്നെയുണ്ട്. കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മാതാവിൽ നിന്നാണ് ശരീരം സ്വീകരിച്ചത് എന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ സഭ. അപ്പോൾ മാനുഷികമായ ഒരു ശരീരം ക്രിസ്തുവിന് വേണമായിരുന്നു, അതുകൊണ്ട് തന്നെ മാതാവിൽ നിന്നുമാണ് അത് സ്വീകരിച്ചത്
എന്ന രീതിയിലൊരു പഠനം പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ സ്വർഗത്തിലിരിക്കുന്ന ആ മാതാവ്, ഇനി അച്ഛനവിടെ പറയുന്നൊരു കാര്യം എന്താ, സ്വർഗത്തിൽ തന്നെ ഈ ലൂസിഫർ ഈ സ്ത്രീയെ കണ്ടു, ഇവർ തമ്മിൽ ഭയങ്കര ലോഹ്യമായിരുന്നു. പക്ഷേ ആ പിശാചിനെ തല തകർത്ത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുമായിട്ട് ശത്രുത ഉളവാക്കി. ആ ശത്രുതയാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, താഴോട്ട് പോകുന്നത്. ഈ ശത്രുതയിലാണ് രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. അതായത് ഒരു ശത്രുതയിലാണ് രക്ഷാകര പദ്ധതി നിലനിൽക്കുന്നത്. ദൈവം ഈ ഒരു ശത്രുതയുടെ ഉള്ളിലാണ് രക്ഷാകര പദ്ധതിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു വിജാതീയ ദൈവങ്ങളുമായിട്ട് ഏതാണ്ട് ഇതിനെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് പരസ്പരമുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്ന, ഇപ്പൊ ഹൈന്ദവ പുരാണങ്ങളിൽ ചില, ഇപ്പൊ ഭൂമിയെ സൃഷ്ടിച്ചത്, പ്രത്യേകിച്ച് നമ്മളുടെ സൃഷ്ടിയുടെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ അത് പറയുന്നത് പരസ്പരമുള്ള യുദ്ധത്തിൽ നിന്നും, മധുവും കൈടപനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ നിന്നാണ് ഈ ഭൂമി ഉണ്ടായതെന്നും ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന ചില അങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ശത്രുതയിൽ നിന്നാണ് രക്ഷയെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇനി എനിവേ നമുക്കത് വിടാം, വിജാതീയ മേഖലകൾ വിടാം. നമുക്ക് ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ യേശുവും പിശാചും തമ്മിൽ ഒരു യുദ്ധമുണ്ടോ, അല്ലെങ്കിൽ യേശുവും പിശാചും തമ്മിൽ എപ്പോഴും ഈ ശത്രുതയുണ്ടോ? അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണല്ലോ. സ്ത്രീയും പിശാചും തമ്മിലും, സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തുവും പിശാചും തമ്മിലും എക്കാലവും യുദ്ധമാണ്. എല്ലാ കാലവും ഇവർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് അത് കേട്ടു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു പുസ്തകം ഒന്ന് റെഫർ ചെയ്യുകയാണ്. എന്താണ് കത്തോലിക്ക സഭയുടെ ഈ കാര്യത്തെക്കുറിച്ചുള്ള പഠനം എന്നൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പരിശോധിച്ച ഒരു ബുക്ക് തന്നെയാണ് തിരുസഭാ ചരിത്രമാണ്. ഈ തിരുസഭാ ചരിത്രം നമ്മൾ എടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആദിമകാലത്തുണ്ടായിരുന്ന പല പാഷണ്ഡതകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പല പുസ്തകങ്ങളും ഉണ്ട്. എന്നാൽ കത്തോലിക്കനെ സംബന്ധിച്ച്, അതായത് ഈ ഉൽപ്പത്തി 3:15 കാണുന്നത് മാതാവാണെന്ന് പറയുന്നവനെ സംബന്ധിച്ച് ഈ പുസ്തകമായിരിക്കും ആധികാരികം. അതുകൊണ്ടാണ് ഈ പുസ്തകം പ്രധാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേജ് നമ്പർ 297, അതിൻ്റെ അകത്ത് വിവിധ പാഷണ്ഡതകൾ ആദിമസഭയിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് 3-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന, ഇന്ന് നമ്മൾ പാരമ്പര്യം എന്ന് പറഞ്ഞു വരുന്ന ചില തിന്മകൾ അന്നത്തെ പാഷണ്ഡതയായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇതിന് 297 ആ പേജിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാഷണ്ഡതയാണ് മാനിക്കേയിനിസം. AD 216 പാത്തിയായുടെ തലസ്ഥാനമായ സെലൂഷ്യ സ്റ്റെഫോണിൽ മാനി എന്ന വ്യക്തി ജാതനായി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില വെളിപ്പാടുകൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം 12 ശിഷ്യന്മാരെ, 72 അടുത്ത അനന്തര ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ബൈബിളും സുവിശേഷങ്ങളെല്ലാം വയ്ക്കുന്നു. അദ്ദേഹം ചില പുസ്തകങ്ങൾ സ്വീകരിക്കുന്നു, ചില പുസ്തകങ്ങൾ തള്ളിക്കളയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്തീയ പാഷണ്ഡത തന്നെ അദ്ദേഹം രൂപീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് താൻ ക്രിസ്ത്യാനിയാണെന്നാണ്, ക്രിസ്തീയ വിശ്വാസമാണ്, മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തെ സംബന്ധിച്ച ദ്വിമുഖ സമീപനമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കാതൽ. ശാശ്വതവും സൃഷ്ടിക്കപ്പെടാത്തതുമായ 2 തുല്യശക്തികളാണ് ലോകത്തിലെ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നത്. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശക്തിയും നന്മയുടെയും തിന്മയുടെയും 2 മേഖലകളാണ്. ഒന്ന് മഹത്വത്തിൻ്റെ പിതാവിനാലും മറ്റൊന്ന് അന്ധകാരത്തിൻ്റെ അധിപനാലും ഭരിക്കപ്പെടുന്നു. ഈ 2 ശക്തികളും എന്നും പരസ്പരം മത്സരത്തിലാണ്, യുദ്ധത്തിലാണ്. ശ്രദ്ധിക്കണേ, ഈ അച്ഛൻ പറഞ്ഞത് എന്താണ്? മാതാവും ഈ സ്ത്രീ എന്ന മാതാവും അതുപോലെ തന്നെ പിശാചും തമ്മിൽ എന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ട് താഴെ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തുവും ദൈവവും ഈ പിശാചും തമ്മിലും നിരന്തരം ശത്രുത, നിരന്തരം യുദ്ധങ്ങൾ. ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം. ഈ പറഞ്ഞു വെക്കുന്ന കാര്യം ആരുടെ ആശയമാണ് എന്നുള്ളതാണ് തിരുസഭാ ചരിത്രം അതിൻ്റെ 298 പേജിൽ വ്യക്തമായിട്ട് പറയുന്നത്. ഈ 2 ശക്തികളും എന്നും പരസ്പരം മത്സരത്തിലാണ്. ഒരു ദ്വിമുഖ ദൈവത്വം, അതായത് ഒരു ഡ്യുവലിസ്റ്റിക് തോട്ട്, 2 ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ചിന്ത ആരുടേതാണെന്നാണ് പറയുന്നത്? മാനിക്കേയൻ കൊണ്ടുവന്ന, 2-ാം നൂറ്റാണ്ടിൽ മാണി കൊണ്ടുവന്ന ഒരു പാഷണ്ഡതയാണ് ഈ കാണുന്നത്. ഇന്ന് അവരുടെ പുസ്തകങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടെത്തി. ചൈനയിൽ കിട്ടിയിരിക്കുന്നു, അതുപോലെ ഈജിപ്തിലും കിട്ടിയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണേ, പാഷണ്ഡത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി അന്ന് നിലനിന്നിരുന്ന ദൈവവചന വിരുദ്ധമായ ചില മേഖലകൾ തലമുറ കൈമാറി എന്ന് പറയുന്ന ഈ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണ് ഈ പറയുന്ന അച്ഛൻ പറയുന്ന സംഭവം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോകണമോ, എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പിന്നാലെ പോകണമോ എന്ന് നമ്മൾ ചിന്തിച്ചൊരു വിഷയമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പാരമ്പര്യം തള്ളിക്കളയണം,
അത് വിശുദ്ധമല്ല, അത് പലയിടത്തും കയറിപ്പറ്റിയിരിക്കുന്ന പാഷണ്ഡതകൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് നിങ്ങൾ ഈ അച്ഛൻ്റെ പ്രബോധനം നോക്കുക, ഈ തിരുസഭാ ചരിത്രം പറയുന്ന ഈ പുസ്തകം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇതും അതും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഇനി അതിൻ്റെ അടുത്ത പാരഗ്രാഫ് കൂടി വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഈ രണ്ട് ശക്തികളും എന്നും പരസ്പരം മത്സരത്തിലാണ്. അവസാനം മഹത്വത്തിന്റെ പിതാവ് സ്വപുത്രനെ തന്നെ തിന്മയ്ക്കെതിരായി പോരാടാൻ നിയോഗിക്കുന്നു. തിന്മയുമായുള്ള പോരാട്ടത്തിൽ നിസ്സഹായനായ പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നു. പിതാവ് ഒരു സജീവ രൂപിയെ പുത്രനിലേക്ക് അയക്കുന്നു. ഇതാണ് മനുഷ്യരക്ഷയുടെ ചരിത്രം. അതായത് സ്ത്രീയിൽ നിന്നും ജാതനായ യേശു ക്രിസ്തു പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഈ കാര്യം കൂടി അവിടെ പറഞ്ഞു വെച്ചിട്ട് അവിടെ രണ്ട് തുല്യ ശക്തികൾ, ഒന്ന് അന്ധകാര ശക്തി, ഒന്ന് പ്രകാശത്തിൻ്റെ ശക്തി എന്ന രീതിയിൽ പറയുന്ന ഒരു വലിയ പാഷണ്ഡതയാണ് ഇതെന്ന് സേവ്യർ കൂടപ്പുഴ അച്ഛൻ അനേക പുസ്തകങ്ങളെ റെഫർ ചെയ്തുകൊണ്ട് അച്ഛൻ ഇതാ ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. സഭയുടെ പഠനമാണ്, ആധികാരികമായ സഭയുടെ പഠനമാണ്, ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത സഭയുടെ സത്യപഠനമാണ്. ഈ പഠനത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി അത് മാത്രം വെച്ചാൽ പോരല്ല, കാരണം ഇന്ന് ഈ പുസ്തകം ഇന്ന് അവൈലബിൾ അല്ല. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സഭയുടെ ഇന്നത്തെ പഠനവുമായി ഒരു യോജിപ്പുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പബ്ലിക്കിൽ ഈ പുസ്തകം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ലഭ്യമായ മറ്റൊരു പുസ്തകം കൂടി ഞാനൊന്ന് റെഫർ ചെയ്യുകയാണ്. ആ പുസ്തകം വേറൊന്നുമല്ല, ദി കൺഫെഷൻ എന്ന് പറയുന്ന സെയിന്റ് അഗസ്റ്റിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പറയുന്ന മാനിക്കേയൻ പാഷണ്ഡതയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന, മാനിക്കേയൻ ചിന്താഗതിയിൽ, അതിൻ്റെ വിശ്വാസത്തിൽ, അതിൻ്റെ വലിയ കഷ്ടതയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് സെയിന്റ് അഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിൻ ഈ പാഷണ്ഡതയിൽ നിന്നും തിരിച്ചു വന്ന് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദ കൺഫെഷൻ എന്ന ബുക്കിന്റെ 199 അധ്യായം, നമ്മൾ ഇത് ഞാനിപ്പോൾ വായിക്കുന്നതിൻ്റെ മലയാളം പരിഭാഷയാണ്. ദ കൺഫെഷൻ എന്ന ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ ചിലപ്പോൾ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ 7ാമത്തെ പുസ്തകം, ടെക്സ്റ്റ് നമ്പർ 7 ആണ്. അദ്ദേഹത്തിന് 30-ാം വയസ്സിലുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. മാനിക്കേയ സൈദ്ധാന്തികർ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടവരും വഞ്ചിക്കുന്നവരുമായിരുന്നു. അതായത് ഈ മാനിക്കേയൻ വഞ്ചിക്കപ്പെട്ടവരും അവരാകട്ടെ സഭയെ വഞ്ചിക്കുന്നവരുമായിരുന്നു. അവർ മൂകരായ വായാടികളായിരുന്നു. അവരുടെ വായിൽ നിന്ന് വീണ ജൽപ്പനങ്ങൾ അങ്ങയുടെ വചനങ്ങളല്ലായിരുന്നു. ദൈവത്തിന്റെ വചനമല്ല അവരുടെ വായിൽ നിന്ന് വന്നത്. യേശുവിന്റെ വചനമായി യാതൊരു യോജിപ്പുമില്ല. ഇത് ആരാ പറയുന്നത്? സെയിന്റ് അഗസ്റ്റിനാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേ കാര്യം തന്നെ ഈ അച്ഛൻ ഇവിടെ വന്നിട്ട് പറയുകയാണ്. എന്ത്? ഇത് രണ്ട് ശക്തികൾ തമ്മിൽ എന്നും യുദ്ധമായിരുന്നു, എന്നും പരസ്പരം പോരാടിക്കൊണ്ടിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് ചിന്താഗതിയാണെന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം. വീണ്ടും സെയിന്റ് അഗസ്റ്റിൻ പറയുകയാണ്, അവരുടെ വാദമുഖങ്ങളെ ഖണ്ഡിക്കുവാൻ പണ്ട് കാർത്തേജിൽ, അതായത് അഗസ്റ്റിൻ്റെയൊക്കെ സീനിയർ ആയിട്ടുള്ള അതിന് മുൻപുണ്ടായിരുന്ന 2-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന കാർത്തേജിലെ നെബദ്രിയൂസ് ഉന്നതിച്ച എതിർവാദം ആവശ്യത്തിന് മതി. അത് തന്നെ വളരെ ശക്തമാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ വാദം കേട്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. കേട്ടവരെല്ലാം ഒരേ സമയം അന്തം വിട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു ഉദാഹരണം വെക്കുക. ദൈവത്തോട് സമരം ചെയ്യാൻ ഒരു കൂട്ടം അന്ധകാര ശക്തികളുണ്ടെന്ന് വാദിക്കുന്ന മാനിക്കേയനോട് നെബദ്രിയൂസ് ചോദിച്ചൊരു കാര്യമാണിത്. നിങ്ങൾ പറയുന്നു അന്ധകാര ശക്തിയോട് സമരം ചെയ്യാൻ ദൈവം വിസമ്മതിച്ചാൽ എന്ത് സംഭവിക്കും? ആ ശക്തികൾക്ക് അങ്ങയെ അല്പമെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമെന്ന് അവർ ഉത്തരം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉപദ്രവത്തിന്, നാശത്തിന് അങ്ങ് വിധേയനാണെന്ന് വരും. അങ്ങേക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യകത അങ്ങേക്കില്ല. ഞാനിത് വായിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇത് ഒരു അന്ധകാര ശക്തി, ഇത് ദൈവത്തിൻ്റെ ശക്തി. ഇവർ തമ്മിൽ പരസ്പരം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയുള്ള അച്ഛൻ പറഞ്ഞത്. ഇത് മാതാവ്, ഇത് പിശാച്, ഇവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന്. ഇനി ആ പിശാച്, ആ മാതാവിൻ്റെ മകൻ ക്രിസ്തു, ആ ക്രിസ്തുവും പിശാചും തമ്മിൽ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു ദൈവമാണെന്ന് നമുക്കറിയാം. ഈ ദൈവം ഈ പിശാചായ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം യുദ്ധം ചെയ്യാതെ വരുമ്പോൾ ഈ പിശാചിന് ദൈവത്തെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? അതായത് മാനിക്കേയൻ വെച്ചത് ആ ഒരു വാദത്തിനെതിരെ നെബദ്രിയൂസ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. എല്ലാ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് എനിക്കൊരു മൂഡില്ല, ഇന്ന് എനിക്കൊരു താല്പര്യമില്ല യുദ്ധം ചെയ്യാൻ. ഇവിടെ പോയി ഇന്നൊരു സുഖമില്ല, ഒരു ഉഷാറിൽ ഇന്ന് യുദ്ധം ചെയ്യാൻ എന്ന് യേശു ഒരു ദിവസം തീരുമാനിക്കുക. അപ്പൊ യേശു അങ്ങനെ തീരുമാനിച്ചു. ഇന്ന് യേശു എന്ത് ചെയ്യുന്നില്ല? പിശാചിനോട് യുദ്ധം ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ സാത്താന് ദൈവത്തിന്റെ അസ്തിത്വത്തെ തൊടാൻ സാധിക്കുമോ? ദൈവത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം യുദ്ധം ചെയ്യുന്നത്? അവൻ്റെ ഒരു നിശ്വാസത്താൽ നശിപ്പിക്കാൻ കഴിയുന്ന ഈ തിന്മയുടെ ദൈവത്തിന് എന്ത് യുദ്ധമുള്ളത്? ദൈവത്തിനൊരു യുദ്ധമില്ല.
ഒറ്റ നിശ്വാസത്തിൽ തീരാനുള്ളതേ ഉള്ളൂ പിശാച്. അവന് കുറച്ച് സമയ കാലഘട്ടം കൊടുത്തു. അതിലേക്ക് കടന്നു വരാനും അല്ലെങ്കിൽ രക്ഷയിലേക്ക് വരാൻ ദൈവം നമുക്കാണ് തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. അതല്ലാതെ സാത്താനുമായി ദൈവത്തിനൊരു യുദ്ധമുണ്ടോ? ദൈവം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണോ സാത്താനുമായി? അതാണ് മാനിക്കായൻ അവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി സെയിന്റ് അഗസ്റ്റിൻ നെബദ്രിയൂസിന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചു വെക്കുന്നു. ഇനി ഈ ദൈവത്തിന്, ഈ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഇതിനെ ദൈവം എങ്ങനെ വിളിക്കും? അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസം യുദ്ധം ചെയ്യാതിരുന്നാൽ ഈ പിശാചിന് ദൈവത്തെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ദൈവത്തിന്റെ അസ്തിത്വത്തെ അവിടെ തന്നെ തീർന്നു. അതിന് ദൈവം എന്ന് എങ്ങനെ വിളിക്കും? ഇതാണ് സെയിന്റ് അഗസ്റ്റിൻ തന്റെ കൺഫെഷൻ എന്ന ബുക്കിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു വാദം. അപ്പൊ നമ്മൾ ഈ രണ്ട് ബുക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യം മനസ്സിലാകും, ദൈവത്തിന്, യേശു ക്രിസ്തുവിന് പിശാചുമായ ഒരു യുദ്ധവും ഇല്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ പറഞ്ഞു വരുത്തുന്ന ചില തിന്മകളുണ്ട്. യേശുവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, യേശുവും പിശാചുമായി എന്നും യുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ വന്ന ഇത്തരം പാഷണ്ഡതകളെ, ഡ്യുവലിസ്റ്റിക് ചിന്തകളെ, സാത്താന് അല്ലെങ്കിൽ അവന്റെ കിങ്ഡം വലുതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ചില പൈശാചിക പഠിപ്പിക്കലാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ദൈവത്തിന് ഈ പിശാചുമായി ഒരു യുദ്ധവുമില്ല. ദൈവം ആ യുദ്ധം ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെയാ. നീ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കണം. അതിനോട് ആർക്കും നേരമില്ല. ഒരു പുരോഹിതനാണെങ്കിൽ അവന് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കാൻ, ആ അധികാരം മാതാവിന് കൊണ്ടുവന്ന് കൊടുക്കാനല്ല. ആ അധികാരം ദൈവം യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വെറുതെ കൈകെട്ടി നോക്കിയിരിക്കാനല്ല. പ്രിയ പൈതലെ, ദൈവത്തിന്റെ നാമത്തിൽ നീ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നാനത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അഭിഷേകം ആ പിശാചിനെതിരെ യുദ്ധം ചെയ്യാനുള്ളതാ. അത് മനുഷ്യനാ കിട്ടിയിരിക്കുന്നത്, അത് മനുഷ്യനാ ചെയ്യേണ്ട. എനിക്ക് നേരില്ല എന്ന് പറഞ്ഞ് നീ പുറകോട്ട് പോകാനല്ല. നിനക്കെതിരെ പിശാചിന്റെ യുദ്ധം, നീയാണ് പിശാചിനെതിരെ യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? അത് ദൈവത്തിന് കൊണ്ടുവന്ന് വെക്കുക. അത് സ്ത്രീയുടെ സന്തതിയാണ്. അപ്പൊ സ്ത്രീയാണ് പിശാചിനെ തല തകർക്കുന്നത്. നമ്മളൊരു പ്രാർത്ഥനയില്ലല്ലോ, നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത, ഇത് പണ്ട് ഞാനും ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴും നമുക്കിതിനൊന്നും നേരമില്ല. നമ്മൾ പല ആളുകളെ ഇങ്ങനെ കൂലിക്ക് വിളിക്കുക. ഇവരൊക്കെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താ? സാത്താനും യേശുവും തമ്മിൽ എന്ന് യുദ്ധമാണെന്നാണോ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്? ഒരു വചനം കാണിക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവും സാത്താനും തമ്മിൽ നിരന്തരം യുദ്ധമാണെന്നുള്ളതിനെ കുറിച്ച്, ശത്രുതയാണെന്നുള്ളതിനെ കുറിച്ച്. ഇവിടെ ദൈവവചനം പറയുകയാണ്, ലൂക്കാ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 28-ാം വാക്യം. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ വീണു ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുത് എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. പിശാച് യേശുവിനെ കണ്ടപ്പോൾ കയ്യും കൂപ്പി പിടിച്ചു, അയ്യോ, ഞങ്ങളെ കൊല്ലരുതേ, സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ നശിപ്പിക്കരുതേ, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു ഓടുന്ന ഒരു പിശാചിനെയാണ് കാണുന്നത്. നമ്മളിവിടെ വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനാകട്ടെ ഉൽപ്പത്തി 3:15 അത് മാതാവും മാതാവിന്റെ സന്തതിയായ ക്രിസ്തുവുമാണെന്ന് പറയുമ്പോൾ ഇത് യേശു അല്ല എന്നൊരു വാദം എനിക്കില്ല. നിങ്ങൾ കേട്ടു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാകും ചിലപ്പോൾ, അപ്പൊ സാത്താന്റെ തല തകർത്ത് ക്രിസ്തു അല്ലേ? 100% സാത്താന്റെ തല തകർത്ത് യേശു ക്രിസ്തു തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന ഈ തലത്തിലല്ല. അവിടെ മാതാവിനെ നമ്മൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ യുദ്ധത്തിന്റെ കാര്യം കടന്നു വരികയും ഈ പ്രശ്നം വരികയും ചെയ്യുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ പിശാച് ഓടി ഒളിക്കുകയും പിശാച് നിലവിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ യേശുവും പിശാചുമായിട്ടൊരു യുദ്ധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കിനി രണ്ട് വാദത്തിന്റെ ആവശ്യമില്ല. ആ ചിന്താഗതി കൊണ്ടുവന്നത് ഡ്യുവലിസ്റ്റിക് തോട്ട് അല്ലെങ്കിൽ ദ്വിമുഖ ദൈവിക ചിന്താഗതി ഉണ്ടായിരുന്ന മാണി എന്ന് പറയുന്ന മാനിക്കേയനിസത്തിന്റെ ആ ചിന്താഗതിയാണ്. അത് പാഷണ്ഡതയാണ്. അത് ക്രിസ്തുവുമായി യാതൊരു യോജിപ്പുമില്ല. ഒരു പക്ഷേ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നൊരു തിന്മയായിരിക്കാം അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് ഉപേക്ഷിക്കാൻ CCC പറഞ്ഞിട്ടുണ്ട്. CCC എന്താ പറഞ്ഞിരിക്കുന്നത്? അത് തെറ്റാണെങ്കിൽ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ ഉപേക്ഷിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കണമല്ലോ ആരാണ് സ്ത്രീ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്നെ തലതകർക്കും, നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. 2-3 വിഷയങ്ങൾ നമുക്കവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, നീയും സ്ത്രീയും തമ്മിലും. നീ എന്ന് പറയുന്ന പിശാചിനെ കുറിച്ചാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചിട്ടാണ്.
ഇനി നിന്റെ സന്തതി എന്ന് പറയുന്നത് സാത്താന്റെ സന്തതികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ പിശാചുക്കളോ ദൂതന്മാരോ എന്ന് പറയുന്ന ആ ഗണങ്ങളെ കുറിച്ചിട്ടാണ്. സ്ത്രീയുടെ സന്തതി, സ്ത്രീ ഇസ്രായേലാണെങ്കിൽ ഇസ്രായേലിന്റെ സന്തതിയായ ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മാതാവാണെങ്കിൽ, മാതാവിന്റെ മകൻ ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവും പിശാചും തമ്മിൽ യുദ്ധം വേണം. അപ്പൊ ആ വാദഗതി ഒരു ക്രോസ് ചെക്കിൽ തന്നെ ക്ലിയർ ആയി നമുക്കറിയാം അത് മാതാവല്ല എന്നുള്ളത്. റോമാലേഖനം അതിന്റെ 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവർ ഇസ്രായേൽ മക്കളാണ്, പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയുടെ വാഗ്ദാനവും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറക്കി അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. വളരെ ക്ലിയർ ആയി അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ് ആ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച്. ഇസ്രായേൽ മക്കളാണത്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടിയും നിയമവും അവകാശവും ശുശ്രൂഷയും വാഗ്ദാനവും അവരുടേത്. അതായത് ആ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം, അവിടെ പറഞ്ഞിരിക്കുന്ന മഹത്വം, അവിടെ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി, നിയമം, അവകാശം, വിശുദ്ധ വേദപുസ്തകം കാണുന്ന ഈ പറയുന്ന സകല കാര്യങ്ങളും ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള സകല പ്രവചനങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ചും ഇസ്രായേലിനോട് ചേർന്നും ഇസ്രായേലുമായി ബന്ധിപ്പിച്ചും അവിടെ കൃത്യമായിട്ട് പറയുക പൂർവ്വ പിതാക്കന്മാരും അവരുടേത്, ക്രിസ്തുവും വംശമുറക്കി അവരിൽ നിന്നുള്ളവൻ തന്നെ, അവനോ സർവാധിപനായ ദൈവം. ഇവിടെ ഒരു മനുഷ്യ കണക്ഷൻ നമുക്കവിടെ കാണത്തില്ല, ഒരു മാതാവിന്റെ കണക്ഷൻ നമുക്കവിടെ കാണത്തില്ല. ഇത് മാതാവാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വരുന്നത് അത് മാനിക്കൈൻ ചിന്താഗതിയായി മാറിപ്പോകും. ഇവർ തമ്മിലുള്ളൊരു യുദ്ധത്തെ നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ഇസ്രായേൽ ആണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇസ്രായേലിന്റെ സന്തതികളായ ഇന്ന് സകല ജനത്തോടും പിശാചിന് വൈരാഗ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, യഹൂദനോട് വൈരാഗ്യം കാണിക്കാത്ത ഏത് ജനതയാണ് ഉള്ളത്? യഹൂദൻ പീഡിപ്പിക്കപ്പെടാത്ത ഏക ജനത ഇന്ത്യയിലാണ്. ഇന്ത്യയിലല്ലാത്ത മറ്റെല്ലാ സ്ഥലത്തും യഹൂദൻ പീഡിപ്പിക്കപ്പെട്ടു. പോളണ്ട് യഹൂദനെ നശിപ്പിച്ചു. റോമൻ ഭരണം യഹൂദനെ ഇല്ലാതെയാക്കി. ഇനി താഴോട്ട് ഹിറ്റ്ലറിന്റെ ഭരണം, ജർമ്മനി, നാസി, ഇവിടെയെല്ലാം യഹൂദനെതിരെ ഇന്നും 6-ാം നൂറ്റാണ്ടിൽ വന്ന സർപ്പത്തിന്റെ സന്തതികൾ രൂപീകരിച്ച 6-ാം നൂറ്റാണ്ടിലെ മതവും ഇന്ന് ആരെ എതിർക്കുന്നു? ഇസ്രായേലിനെ എതിർക്കുന്നു. ആ രാജ്യങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കുക. ഇസ്രായേലിനെ, യഹൂദനെ എങ്ങനെ കൊല്ലാം, ഒരു യഹൂദനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന 6-ാം നൂറ്റാണ്ടിന്റെ മതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. വളരെ ക്ലിയർ ആയി നമുക്ക് പറയാൻ സാധിക്കും. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് മാത്രമാണ്. അതല്ലാതെ അവിടേക്ക് നമ്മൾ മാതാവിനെ തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ, അത് മാതാവാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു പാഷണ്ഡതയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ മാതാവാണ് ഉൽപ്പത്തി 3:15 എന്ന് ചിന്തിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന്, ഈ മാതാവും മാതാവിന്റെ മകൻ യേശുവും തമ്മിൽ പിശാചുമായി നിരന്തര യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതൊരു പാഷണ്ഡതയാണെന്ന് നമ്മൾ കണ്ടു. 2, മാതാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വർഗത്തിൽ അന്നേ കൊണ്ടുവന്ന് വെക്കേണ്ടി വരികയാണ്. അതാണല്ലോ അച്ഛൻ ചെയ്തത്. അച്ഛൻ എന്താ ചെയ്തത്? പിശാച് ആ ദൂതനായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ ദൂതനായിരിക്കുമ്പോൾ തന്നെ മാതാവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മാതാവിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട വരുന്ന ഒരു വലിയ അബദ്ധ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇനി മാതാവല്ല, ഇത് ഇസ്രായേലാണെന്ന് ചിന്തിക്കുമ്പോൾ വളരെ ക്ലിയർ ആയി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇസ്രായേലുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സകല മതത്തിനും സകല തിന്മകൾക്കും പിശാച് സൃഷ്ടിക്കപ്പെട്ട സകലത്തിനും ഇന്ന് യഹൂദനുമായി ഇസ്രായേലുമായി ഉള്ള വൈരാഗ്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മനുഷ്യകുലവുമായി സാത്താനും അവൻ്റെ സന്തതിക്കുമുള്ള ശത്രുതയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ് അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്രായേലാണ്, അത് ഹവ്വയാണ് എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആണ്. എന്നാൽ യേശു അല്ലേ പിശാചിനെ തല തകർത്തത്? 100%. അതാണ് ഉൽപ്പത്തി പുസ്തകം 3:15 അടുത്ത ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത്, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അതായത് ആ വാഗ്ദാനം ഒരു സന്തതിയെ കുറിച്ചാണ്. ആ സന്തതി ക്രിസ്തുവാണ്. സന്തതികൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആ സന്തതി ക്രിസ്തുവാണ്. ഈ വചനത്തെ, ഉൽപ്പത്തി 3:15 വചനത്തെ 2 രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ 1-ാം വാക്യം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, നീയും സ്ത്രീയും തമ്മിലും എന്ന് പറയുന്നത് അവിടെ കാണുന്ന സ്ത്രീ ഹവ്വയാണ്. ആ ഹവ്വയുടെ സന്താനങ്ങളാണ് ഇന്ന് കാണുന്ന ഇസ്രായേലും സകല മനുഷ്യകുലവും. സകലരും, എല്ലാ മനുഷ്യകുലത്തെയും വഴിതെറ്റിക്കാനും നശിപ്പിക്കാനും പിശാച് വന്നിട്ടുണ്ട്.
കൃത്യമായി അവിടെ കാണുന്ന സന്തതി മനുഷ്യകുലം ആകെപ്പാടെയാണ്. അതിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് കൃത്യമായി അത് ഇസ്രായേലാണെന്ന് വ്യക്തമാണ്. ആ ഇസ്രായേലിൽ നിന്നാണ് ആര് കടന്നു വന്നിരിക്കുന്നത്? യേശു വന്നിരിക്കുന്നത്. ഇത് പൗലോസ് മറ്റൊരു വചനത്തിൽ പറയുന്നത് അതാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് വചനം പറയുന്നു. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച്, സന്തതികൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച്, നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ആ സന്തതി ക്രിസ്തുവാണ്. അതായത് സാത്താന്റെ തലയെ തകർക്കുന്നതാ ഏക സന്തതി, അത് ക്രിസ്തുവാണ്. അവൻ നിന്റെ തല തകർക്കും. വളരെ ക്ലിയറാ. യേശു ക്രിസ്തു, അതാണ് ആ അവൻ ആരാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഗലാത്യ ലേഖനം വായിച്ചത്. സന്തതിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ കുറിച്ചാണ്, മറ്റാരെ കുറിച്ചല്ല. സന്തതികൾക്ക് എന്നല്ല, സന്തതിക്ക്, ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ്. അത് സിംഗുലർ ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, ആ അവനാകട്ടെ ക്രിസ്തുവാണ്. ക്രിസ്തു പിശാചിന്റെ തലയെ തകർത്തിരിക്കുന്നു. ആ ക്രിസ്തുവിന് പിശാചുമായി ഉണ്ടായിട്ടല്ല, യേശു അവന്റെ സകല മാർഗങ്ങളെയും അവന്റെ ആയുധങ്ങളെയും നിരായുധമാക്കി എന്നുള്ളത് വളരെ ക്ലിയറാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച മാനിക്കൈൻ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു അബദ്ധ സിദ്ധാന്തം, മാനിക്കൈൻ പറയുന്നത് യഹോവ പിശാചാണ്, അല്ലെങ്കിൽ യഹോവ ക്രൂരനായ ദൈവമാണ്. അത് ദൈവമല്ല. മാനിക്കൈൻ്റെ ചിന്താഗതി അനുസരിച്ച് അത് ദൈവമല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഷിബു പീഡിയക്കലിന്റെ പഠനങ്ങൾ യഹോവയ്ക്കെതിരെ തെറി പറയുന്നവൻ. ഈ ഷിബു പീഡിയക്കലും ഇതിന്റെ ഒരു ആളാണ്. ഈ മാനിക്കൈൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. ഈ മാനിക്കൈൻ പ്രസ്ഥാനം തന്നെയാണ് ഷിബുവിനെ നയിക്കുന്നത്. അത് തന്നെയല്ലേ, അതേ ആത്മാവ് തന്നെയല്ലേ ഇന്ന് ഈ പറയുന്ന ഡാനിയലച്ഛൻ്റെ കൂടെ വന്ന് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ചേർന്നിരുന്ന് അവർ പ്രചരിപ്പിച്ചതും, അല്ലെങ്കിൽ ഈ അച്ഛൻ പ്രചരിപ്പിക്കുന്നതും? കത്തോലിക്ക സഭയിലെ അനേക പുരോഹിതര് ഇന്ന് ബൈബിളിനെ കുറിച്ചോ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചോ ഈ തിരുസഭാ ചരിത്രമോ ഈ പഴയ ഭാഷണതയൊന്നും വായിക്കാത്ത പാവപ്പെട്ട അമ്മച്ചിമാരെ നശിപ്പിച്ച് ഇല്ലാതെയാക്കുന്ന ഈ പ്രബോധനം കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയല്ലേ? ഓരോ ദേവാലയങ്ങളിലിരുന്ന്, ഓരോ സോഷ്യൽ മീഡിയയിലിരുന്ന് ആ ഉൽപ്പത്തിയിൽ കാണുന്നത് മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മച്ചിമാരെ നമ്മൾ എന്തിനാ വഴിതെറ്റിക്കുന്നത്? നിങ്ങളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്കൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ. നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ അത് ആരെങ്കിലും പറഞ്ഞ വ്യാഖ്യാനത്തെ അപ്പാടെ ഉൾക്കൊള്ളുന്നതിന് മുൻപ് അതിനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ദൈവം പറഞ്ഞ കാര്യങ്ങളുമായി, യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുമായി, പ്രബോധനങ്ങളുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ ഇത് ക്ലിയറായി മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം തിന്മയിൽ നിന്ന് നിങ്ങൾ ഓടി അകലുക. അനേക ആളുകൾ, സഭ ഇന്ന് മാതാവിനെ സഹരക്ഷയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് യൂട്യൂബിലൂടെയും ചർച്ചുകളിലും പ്രസംഗിക്കുന്ന അനേക പുരോഹിതർ പ്രസംഗിക്കുന്നത് ഈ ഉൽപ്പത്തി 3:15 മാതാവാണെന്നും ആ മാതാവ് സഹരക്ഷകയാണെന്നും ആ 3:15 ആയതുകൊണ്ടാണ് സഹരക്ഷകയെന്നും ആണ് ഇവരെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പിശാചിനെതിരെ ദൈവം സൃഷ്ടിച്ച വൻ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ മാതാവാ. അതായത് പിശാചിനെതിരെ ദൈവം സൃഷ്ടിച്ച ഒരു ശത്രു, അത് പരിശുദ്ധ അമ്മ മാതാവാ. മക്കളെ വരൂ, കടന്നു വരൂ. പരിശുദ്ധ അമ്മ മാതാവാണ് പിശാചിന്റെ ശത്രു. അതിൻ്റെ പര്യവസാനമാണ് നമ്മൾ താഴോട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് സാത്താൻ്റെ തല തകർത്ത എന്ന് പറയുന്ന ആ പ്രാർത്ഥനകളും ഇന്ന് കടന്നു വന്ന സകല മേഖലകളും ഇത് തന്നെയാണ് എംപറർ എമ്മാനുവലും പറയുന്നത്. ഇത് തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ല. എംപറർ എമ്മാനുവൽ പറയുന്ന തിയോളജി തന്നെയാണ്, അവർ പറയുന്ന ഇതേ വിഷയം തന്നെയാണ് അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്നത്. പിശാചിൻ്റെ തല തകർത്തത് ആരാണ്? ഈ ചിന്താഗതികൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ തിന്മയിൽ നിന്ന് നിങ്ങൾ ഓടിയകലുക. ദൈവവചനം കേട്ട് സത്യത്തിൽ യേശുക്രിസ്തു തകർത്തതിന് മറ്റാർക്കും അവകാശമില്ല, ഒരു മനുഷ്യ വ്യക്തിക്കും അവകാശമില്ല. കാരണം അവൻ ദൈവമത്രേ. ആ ദൈവമാണ് സാത്താൻ്റെ തലയെ തകർക്കുന്നത്. അതിന് തലയെ തകർക്കാൻ യേശു ചെയ്തതോ അവൻ തൻ്റെ തന്നെ ശരീരം പൂർണ്ണമായി ബലിയായി അവൻ വിട്ടുകൊടുക്കുകയായിരുന്നു. നിങ്ങളത് മറന്നുകൊണ്ടല്ലേ സഹരക്ഷക സ്ഥാനം ഈ മാതാവിന് കൊടുത്ത് അത് വീതം വെച്ച് അത് മറ്റൊരുവിലേക്കും കൊടുത്ത് ഈ തിന്മയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഉൽപ്പത്തി 3:15 പറയുന്ന സ്ത്രീ ഒരു രീതിയിലും വ്യാഖ്യാനിച്ച് നമുക്ക് അത് മാതാവിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധ സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ഇസ്രായേലാണെന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ ക്ലിയറാണ്, ഇസ്രായേലിനാണ് ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും എന്ന അപ്പസ്തോലനായ പൗലോസ് 2 വചനങ്ങളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശു നൽകിയ രക്ഷയോട് ചേർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. നാളെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അവിടെ പറയുന്ന സ്ത്രീ ആരാണ്
എന്നുള്ളതിനെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അതിനായി നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.